ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു തീർത്ത ബ്ലോഗ്സ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വെക്കേഷനൊക്കെ അല്ലേ, നമുക്കൊന്ന് റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം ഞാൻ വിചാരിച്ചു. അപ്പോൾ എൻ്റെ സ്റ്റഡി ടേബിൾ ഒന്ന് ക്ലീൻ ചെയ്യാൻ നമ്മൾ വെക്കേഷൻ ആയതുകൊണ്ട് നമ്മൾ സ്കൂളൊക്കെ അടച്ചു, അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഒന്ന് ക്ലീൻ ചെയ്യാം. ഇതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലീനിങ് ആണ്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അങ്ങനെ മുമ്പ് തന്നെ ഞാനിപ്പം കിടക്കുന്ന കോലം ഒന്ന് കാണിച്ചു തരാം. ബിഫോർ ഒന്ന് കാണിച്ചത് ഇപ്പം കിടക്കുന്ന നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്ന ആ സ്ഥലം കിടക്കുന്ന ബിഫോറുള്ള സംഭവങ്ങൾ ഞാനിപ്പം കാണിച്ചു തന്നതിന് ശേഷം നമുക്ക് ക്ലീനിങ് തുടങ്ങിയിട്ട് ആഫ്റ്റർ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിടക്കുന്നത്. ഇപ്പം എൻ്റെ ഇതിൻ്റെ കോലം ഇപ്പം ഇങ്ങനെയാണ്. ഞാൻ പിന്നെ ബുക്സ് എല്ലാം എടുത്ത് ഞാൻ മാറ്റിയായിരുന്നു കേട്ടോ. പിന്നെ ബാക്കിയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഇരിപ്പുണ്ട്, അതെല്ലാം കൂടെ നമുക്കിത് മാറ്റി ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കി എടുക്കാം. ഓക്കെ. അവിടെ ലാപ്പിൻ്റെ ചാർജറുണ്ട്, പിന്നെ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റണം. അതിൽ നിന്ന് വലിയ കാര്യമായിട്ട് മാറ്റണമൊന്നുമില്ല കേട്ടോ. അവിടെ ഇരിക്കുന്ന ആ ഒരു സാധനങ്ങളൊക്കെ ഞാൻ അങ്ങനെ തന്നെയാണ് വെക്കുന്നത്. പിന്നെ ആ പോട്ടിലിരിക്കുന്ന അതുകൊണ്ട് ഒരു ലോട്ടസ് പോലെ ഇരിക്കുന്നത്, അതൊക്കെ ഞാൻ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതാണ്. ഇതിനകത്ത് കുറേ പെൻസ് ഉണ്ട്, പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് പേനസ്, ബ്ലാക്ക്, ബ്ലൂ, റെഡ് അങ്ങനത്തെ ഒക്കെ ഉള്ളതാണ്. ബുക്കൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഇതൊന്ന് ഒതുക്കണം. ഇത് വലിയ ഒതുക്കാനായിട്ടൊന്നുമില്ല, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കിയായിരുന്നു. നമ്മുടെ നേരത്തെ ബുക്കെല്ലാം എടുത്തൊന്ന് മാറ്റിയായിരുന്നു, അതുകൊണ്ട് തന്നെ വലിയ കാര്യമായിട്ട് ഒതുക്കാനൊന്നുമില്ല. അത് നമുക്കൊന്ന് വെക്കേഷൻ ആയതുകൊണ്ട് നമുക്കൊന്ന് ഒതുക്കിയേക്കാം. അങ്ങനെയൊക്കെ എടുത്തൊന്ന് മാറ്റുകയാണ്. അത് കുറേ ഐറ്റംസ് ഉണ്ട്, ഇത് ഞാൻ മാറ്റുന്നില്ല, അതാണ് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതിന് കുറച്ച് ഹൈലൈറ്റർ, പിന്നെ സ്കെയിൽ പെൻസ്, അങ്ങനത്തെ കുറച്ച് സാമഗ്രികളൊക്കെ ഇതിനകത്ത് ഉണ്ട്. അതെല്ലാം ഞാൻ മാറ്റാൻ പോവുകയാണ്. അതൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ബുക്സൊക്കെ ഉണ്ട്, അതൊക്കെ ഇങ്ങനെ വീട്ടിലേക്ക് പഠിക്കാൻ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഉള്ളത് ബുക്കാണ്. നമ്മുടെ ഫ്രണ്ടിലേക്ക് ഞാൻ കാണിച്ചുതരാം. ഇരിക്കുന്ന കുറച്ച് പേനസ് ഉണ്ട്, പിന്നെ നമ്മുടെ ക്ലോക്ക് ഉണ്ട്. അപ്പം ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ സ്റ്റഡി ടേബിൾ ഇരിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മളിപ്പോൾ സ്റ്റഡി ടേബിൾ ഇരിക്കുന്നത്. നമുക്ക് അടുത്ത ടാസ്ക് എന്താണെന്ന് വെച്ചാൽ അതിൽ കാണിച്ചത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തായിട്ട് ക്ലീൻ ചെയ്യാനുള്ളത് ഈ ഒരു സ്റ്റാൻഡാണ്. അപ്പോൾ ഈ സ്റ്റാൻഡിൽ നിന്ന് ഞാൻ കുറേ ബുക്കും അതുമെല്ലാം നമുക്കൊന്ന് എടുത്ത് മാറ്റിയിട്ടൊന്ന് ക്ലീൻ ചെയ്യാം. ഒന്ന് തുടച്ചൊക്കെ എടുത്തതിന് ശേഷം നമുക്ക് വേണ്ട സാധനങ്ങൾ മാത്രം അതിനകത്ത് വെക്കാൻ. ഈ എടുത്ത് കാണിക്കുന്നതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ്. നേരത്തെ ഈ പ്രാവശ്യത്തെ അല്ല കേട്ടോ, നേരത്തെ ഉള്ളതാണ് കേട്ടോ. നേരത്തെ ഞാനിങ്ങനെ ഉണ്ടാക്കിയതാണ്. ക്രിസ്മസ് ട്രീ പോലത്തെ സാധനവും അതിൻ്റെ ബോൾ പോലത്തെ അതൊക്കെ ഞാൻ വീട്ടിൽ വെച്ച് ഈ പേപ്പറൊക്കെ വെച്ച് നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള മെരി ക്രിസ്മസ് എന്നൊക്കെ എഴുതിയിട്ടുള്ളതും അതൊക്കെ ഞാൻ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിത് എല്ലാം കൂടെ വെക്കുന്നതിന് മുമ്പ് നമുക്കൊന്ന് തുടച്ചെടുക്കാം, എന്നിട്ട് നമുക്ക് വെക്കാം. തുടക്കാൻ പോകുമ്പോൾ ഞാനൊന്ന് തുടക്കട്ടെ, ഞാനൊന്ന് ക്ലീൻ ചെയ്യട്ടെ. ഇത് ചെറുതായിട്ടൊന്ന് കൊളമായി, ഇതൊക്കെ പോകണം. ഇത് മാത്രമേ ഉള്ളൂ ഒരു രസമുള്ളൂ, ബാക്കിയൊന്നും സുഖമില്ല.
ഞാനിപ്പോൾ വെച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്മസ് ട്രീയും ഞാനും തമ്മിൽ ചേരത്തില്ലെന്ന് തോന്നുന്നു. അതിന് ഞാൻ എത്ര വെക്കാൻ നോക്കിയാലും അത് നേരെ ഇരിക്കത്തില്ല. ഞാൻ കുറേ നേരമായിട്ട് അവിടെ വെക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക. ഞാൻ വെക്കും, അത് മറിയും, വെക്കും, മറിയും, അത് നല്ല പണി. പിന്നെ ഞാൻ വിധത്തിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയൊക്കെയോ ഞാനത് നേരെ ഒന്ന് വെച്ചു. ഞാൻ ഉണ്ടാക്കിയ മുമ്പ് ഞാൻ കാണിച്ച സാധനങ്ങളെല്ലാം ഞാൻ താരെയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ മെരി ക്രിസ്മസ് എന്ന് എഴുതിയതും പിന്നെ മറ്റേ ഒരു ഗ്രീൻ കളറിൽ എന്തൊരു സംഭവമാണ്, അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ എന്തായാലും ചുമ്മാ ഇരുന്നപ്പോൾ ഉണ്ടാക്കിയതാണ്. അതെ, ഇപ്പം ഞാൻ പൊക്കി കാണിച്ച ആ സംഭവം കൂടെ ഒക്കെ വെക്കുന്നുണ്ട് ആ ക്രിസ്മസ് ട്രീയുടെ കൂടെ. ഞാൻ വിചാരിച്ചാണ് ടേബിളെ വല്ലതും വെക്കാം. ടേബിളെ വെച്ച് കഴിഞ്ഞാൽ അത് ക്രിസ്മസ് തീമായി പോകത്തില്ലേ. എന്തായാലും ക്രിസ്മസ് കഴിഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ ക്രിസ്മസ് തീമാക്കാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ഞാൻ താഴത്തോട്ടാണ് വെച്ചത്. കണ്ടോ വീണ്ടും ആ ട്രീ പോയി. കണ്ടോ, അത് ഞാൻ പറഞ്ഞ ഞാനും ആ ട്രീയുമായിട്ട് ചേരത്തില്ലെന്ന്. ഇനി നമുക്കൊന്നും വേണ്ടതായിട്ടില്ല കേട്ടോ. ഇനി ഞാൻ ബാക്കി ഒന്നും ഇതിനകത്ത് വെക്കുന്നില്ല. ഞാൻ ആകെ ഇത്ര സാധനങ്ങളോട് ഞാൻ വേറെ ഒന്നും വെക്കുന്നില്ല. ബാക്കിയെല്ലാം ഞാൻ മാറ്റാൻ പോയിട്ടുണ്ട്. ഫൈനൽ ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ ഇരിക്കുന്നത്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്കുള്ള കുറച്ച് ക്ലിപ്സ് ഞാൻ മറന്നുപോയി എടുക്കാൻ. ഇതുവരെ കുറച്ച് സാധനങ്ങളും കൂടെ ഞാൻ ആഡ് ചെയ്തതാണ് കേട്ടോ. അതൊക്കെ ഞാൻ എടുക്കാൻ മറന്നുപോയായിരുന്നു വീഡിയോ എടുക്കാൻ. ഇപ്പം ഏകദേശം ഫുള്ള് ഫ്രീ ആണ്, സ്പേസ് ഒക്കെ ഉണ്ട്. ഞാൻ ഇവിടെ ഇരുന്ന എല്ലാ ബുക്കും എല്ലാം ഞാൻ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലീനിങ്. ആഫ്റ്റർ ആൻഡ് ബിഫോറാണ്. പക്ഷേ ബിഫോറും ആഫ്റ്ററും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. കാരണം ഞാൻ ഓൾറെഡി കുറച്ചൊന്ന് ക്ലീൻ ചെയ്തിട്ടായിരുന്നു. എക്സാമിന് മുമ്പ് ഞാൻ കുറച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ബുക്കെല്ലാം എടുത്തൊന്ന് മാറ്റുകയൊക്കെ ചെയ്തു. അതിനുശേഷം ഞാൻ ഇപ്പോഴും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തപ്പം വലിയ മാറ്റമൊന്നും, അതിൽ നിന്നൊന്നും വലിയ മാറ്റം ഇല്ല. എന്തായാലും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് ആഫ്റ്റർ. നമ്മുടെ ഇന്നത്തെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വെക്കേഷൻ്റെ ക്ലീനൊക്കെ ചെയ്ത് നമ്മുടെ സ്റ്റഡി ടേബിൾ എല്ലാം ക്ലീൻ ചെയ്ത് വലിയ വ്യത്യാസമൊന്നുമില്ല. കാരണം ഞാൻ ഓൾറെഡി എക്സാമിന് മുമ്പ് ഒന്ന് ക്ലീൻ ചെയ്തു. അത് കഴിഞ്ഞ് എക്സാം കഴിഞ്ഞിട്ട് ഞാനൊന്ന് ബുക്കെല്ലാം എടുത്ത് മാറ്റി ഒന്ന് ഒതുക്കിയായിരുന്നു. അത് കഴിഞ്ഞിട്ടിപ്പം ഇതെല്ലാം കൂടെ ഒന്ന് ഫുള്ളൊന്ന് തുടച്ച് റെഡിയാക്കിയും കൂടെ എടുത്തു. വലിയ വ്യത്യാസമൊന്നുമില്ല. ബിഫോറും ആഫ്റ്ററും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. കുറച്ചൊന്നും സാധനങ്ങൾ മാറ്റിയൊന്നുമില്ല, അല്ലാതെ വലിയ വ്യത്യാസമൊന്നുമില്ല. ഓൾറെഡി സ്റ്റഡി ടേബിൾ ഞാൻ ക്ലീൻ ചെയ്യാറുണ്ട്. എപ്പോഴും ഞാൻ പഠിച്ചതിന് ക്ലീൻ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കഴിഞ്ഞു. നമ്മൾ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഡെയിലി നമുക്ക് വീഡിയോസൊക്കെ ഇടണമെന്നാണ് എൻ്റെ ആഗ്രഹം. പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂട. അപ്പോൾ നമുക്കിനി എല്ലാം പറ്റട്ടെ. തൊട്ട് ഞാൻ ഡെയിലി വീഡിയോസ് ഇടാൻ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും. ഒന്നെങ്കിൽ ഷോർട്സ് ആയിട്ടാണെങ്കിൽ ലോങ് വീഡിയോ ആയിട്ടായിരിക്കും. ഏതെങ്കിലും കൊണ്ട് ഞാൻ എന്തായാലും നമുക്ക് വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഇടും. ഇപ്പോൾ ഒരു ലോങ് ഡിസ്റ്റൻസിന് ശേഷമാണ് ഞാൻ വീണ്ടും തിരിച്ചെത്തിയിരിക്കുന്നത്. ഞാൻ വീഡിയോസൊക്കെ ഇട്ട്. അപ്പം നമ്മുടെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് ഇനി നെക്സ്റ്റ് വീഡിയോ എന്തായിരിക്കും എന്നെനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോ ഉടനെ തന്നെ ഇടാൻ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് എനിക്കിനി ഇടണം. അതുകൊണ്ട് തന്നെ വെക്കേഷൻ ആയതുകൊണ്ട് ഇപ്പോൾ ഇടാൻ നമുക്ക് സമയം കിട്ടും. അല്ലാതെ ഇപ്പോൾ എനിക്ക് ഞാൻ നേരത്തെ എടുത്ത് വെച്ചിരുന്നത് എനിക്ക് കിട്ടത്തില്ലായിരുന്നു. കാരണം എനിക്ക് എക്സാം ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ സംഭവങ്ങളൊക്കെ നടന്നു. അതൊക്കെ ഞാൻ വലിയ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ ഇപ്പം നമുക്ക് ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ബിഫോർ ആൻഡ് ആഫ്റ്റർ നോക്കിയിട്ട് വലിയ ചേഞ്ചൊന്നുമില്ല, എന്നാലും എന്തെങ്കിലും ചേഞ്ച് തുടങ്ങി പറയാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ബൈ ബൈ.